നമസ്തേ. കൊല്ലവർഷം 1200 ആണ്ട് മിഥുനമാസം 1 തീയതി മുതൽ മിഥുനം 32 വരെയുള്ള, അതായത് 2025 ജൂൺ മാസം 15 തീയതി മുതൽ ജൂലൈ 16 വരെയുള്ള മിഥുനമാസ നക്ഷത്രഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ അര, മകരക്കൂറ് ഈ നക്ഷത്ര ജാതകർക്ക് തൊഴിലിൽ സ്ഥാനക്കയറ്റവും ഇടവിട്ട് നെഞ്ചുവേദന അനുഭവപ്പെടുകയും വാക്കുതർക്കങ്ങളിൽ മധ്യസ്ഥനായി നിന്നാൽ പലവിധ ക്ലേശങ്ങൾ വന്നു ഭവിക്കുകയും ചില പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയും പഴയ വാഹനങ്ങൾ മാറ്റി പുതിയ വാഹനങ്ങൾ വാങ്ങുകയും പലവിധ സഹായ സഹകരണങ്ങൾ വന്നു ഭവിക്കുകയും ഇടവിട്ട് ധനനഷ്ടം വന്നു ഭവിക്കുകയും ഗവൺമെൻറ്റിൽ നിന്നും പല ക്ലേശാനുഭവങ്ങൾ നേരിടേണ്ടതായി വരാം. ഗൃഹത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കുകയും വിൽപ്പനയ്ക്ക് കാലതാമസം ഉണ്ടായിരുന്ന ഭൂമി വിൽപ്പനകൾ നടക്കുകയും വിദേശത്തു നിന്ന് സ്വദേശത്ത് മടങ്ങി വരുവാൻ ശ്രമിക്കുന്നവർക്ക് ചില യാത്രാ തടസ്സങ്ങൾ നേരിടേണ്ടതായി വരാം. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ പുരോഗതിയും അംഗീകാരവും കൈവരിക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇക്കാലഘട്ടം. കലാകാരന്മാർക്ക് കലയിൽ പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞ അംഗീകാരം ലഭിക്കുകയും ഫലമാകുന്നു. പരിഹാരമായി ഭാഗ്യസൂക്ത അർച്ചന നടത്തുന്നത് ഉത്തമമാകുന്നു ഈ നക്ഷത്ര ജാതകർക്ക്. അവിട്ടം അര, ചതയം, പൂരുരുട്ടാതി മുക്കാൽ, കുംഭക്കൂറ് ഈ നക്ഷത്ര ജാതകർക്ക് കടം കൊടുത്ത പണം തിരികെ ലഭിക്കുകയും മനസ്സിൽ പുതിയ ബിസിനസ് പദ്ധതികൾ ഉദിക്കുകയും ലോൺ, ചിട്ടി എന്നിവ ലഭിക്കുകയും ചില ത്വക്ക് രോഗങ്ങൾ വന്നു ഭവിക്കുകയും പുതിയ പ്രേമബന്ധങ്ങൾ വന്നു ചേരുകയും സ്ത്രീകളിൽ നിന്നും പല വിധേനയുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കുകയും ഭൂമിയിൽ നിന്നും പലവിധ നേട്ടങ്ങൾ വന്നു ചേരുകയും നഷ്ടപ്പെട്ട മോതിരം, വാഹനം എന്നിവ തിരികെ വന്നു ചേരുകയും വിവാഹ കാര്യങ്ങൾക്ക് തടസ്സം നേരിടേണ്ടതായി വരുന്ന അവസ്ഥയുണ്ടാകുകയും ദമ്പതികൾക്കിടയിൽ ഇടവിട്ട് ക്ലേശാനുഭവങ്ങൾ വന്നു ഭവിക്കുകയും പുതിയ ബിസിനസ്സുകൾക്ക് തുടക്കം കുറിക്കുകയും അവയിൽ നിന്നും പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞ ലാഭം വന്നു ചേരുകയും പരിഹാരമായി സർപ്പക്കാവിൽ 100 പാലും നടത്തുന്നത് ഉത്തമമാകുന്നു ഈ നക്ഷത്ര ജാതകർക്ക്. പൂരുരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി, മീനക്കൂറ് എല്ലാ കാര്യങ്ങൾക്കും അല്പതാമസ തടസ്സം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. എന്നിരുന്നാലും വിദേശവാസത്തിന് അനുകൂലമായ ഒരു കാലഘട്ടമാണ്. ദേഹത്ത് കറുത്ത പാടുകൾ വന്നു ഭവിക്കുകയും കാൽപാദത്തിൽ ഇടവിട്ട് മുറിവുകൾ ഉണ്ടാകുകയും പ്രസംഗത്തിലൂടെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയും തൊഴിലിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുകയും ഭർത്താവിൽ നിന്നും പലവിധ സഹായ സഹകരണങ്ങൾ വന്നു ചേരുകയും പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുമെങ്കിലും ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്ന പുരോഗതി ഉണ്ടാകുകയില്ല. പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നത് ഉത്തമമാകുന്നു ഈ നക്ഷത്ര ജാതകർക്ക്.